അന്നേരം കാര്യങ്ങൾ എൻ ഡി എക്ക് അനുകൂലമല്ല. എൻ ഡി എക്ക് തുടക്കത്തിൽ വളരെ അനുകൂലമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറ്റം വരുന്നു. പക്ഷേ പൊതുവെ കാണുന്ന ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള വളരെ സീസൺഡ് ആയിട്ടുള്ള മുതിർന്ന നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് മാറുന്നു. ഇപ്പം നാളെ മറിച്ചൊരു ജനവിധി വന്നാൽ പോലും അതിനെ അട്ടിമറിക്കാനുള്ള ഒരു ശേഷി, രാഷ്ട്രീയ ശേഷി അല്ലെങ്കിൽ മണി പവർ, ഇതെല്ലാം ബി ജെ പിക്ക് ഇല്ലേ? അവർ അധികാരത്തിലെത്തിയാലല്ലേ? എത്തില്ല. പക്ഷേ അവർ അധികാരത്തിലെത്തിയിട്ടും കർണാടക ശ്രമിച്ച് നടക്കുന്നില്ല. കർണാടകത്തിൽ അവർ ശ്രമിച്ച് നടന്നിട്ടില്ല, തെലങ്കാന നടന്നിട്ടില്ല, ഹിമാചൽ നടന്നിട്ടില്ല. പക്ഷേ ഇത്തവണ മറ്റതുകൂടി കാണണം. കഴിഞ്ഞ 2 ഇലക്ഷനും മറ്റ് പാർട്ടികളിൽ നിന്ന് ബി ജെ പിയേക്കുള്ള ഒഴുക്കാണ്. ഇത്തവണ വൺ വേ ട്രാഫിക് അല്ല. ഇത്തവണ ഓരോ ദിവസവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തവണ 2 വേ ട്രാഫിക്കാണ്. പണ്ടുപോലെ വൺ വേ ട്രാഫിക്കിൻ്റെ അധ്യായം കഴിഞ്ഞു. പക്ഷേ അവർ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു ചോദ്യം, മോദിയെ നേരിടാൻ ആര്? രാഹുൽ ഗാന്ധിക്ക് അതിനനുസരിച്ചുള്ള ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വ വൈഭവം ഇല്ല, പക്വതയില്ല എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല. ഇന്ത്യയുടെ ഗ്രാമങ്ങളെ, പട്ടണങ്ങളെ, ജനങ്ങളുടെ ജീവിതം കണ്ടറിഞ്ഞ അനുഭവ സമ്പത്ത് നേടിയ നേതാവാണ്. അതിന് തുടക്കം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയാണ്. ആ യാത്ര തിരുവനന്തപുരത്ത് പോയതല്ലേ. അദ്ദേഹം അദ്ദേഹം Z+ കാറ്റഗറിയാണ്. പക്ഷേ എന്നിട്ട് അദ്ദേഹം സെക്യൂരിറ്റിക്കാരെയൊക്കെ ദൂരെ നിർത്തിക്കൊണ്ട് ദൂരെ കണ്ട കുട്ടികളെ, ചെറുപ്പക്കാരെ, സ്ത്രീകളെ, വൃദ്ധജനങ്ങളെ, കൃഷിക്കാരെ, തൊഴിലാളികളെ ഒക്കെ വാടി വിളിക്കുകയാണ്. ആ രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോഴാണ് ഇത് പഴയ രാഹുൽ ഗാന്ധി ഈ ബി ജെ പിക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ ഉള്ള ആളല്ല. അദ്ദേഹം നന്മയുള്ള, സ്നേഹമുള്ള, അനുകമ്പയുള്ള നേതാവാണ്. അന്നേ ചിത്രം മാറി. പിന്നെ അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഈ ഭാരതിയോട് യാത്ര ശ്രീനഗറിലാണ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് പറ്റില്ലെന്ന് ഗവൺമെൻറ് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ശ്രീനഗറിൽ പോകും. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചു പോയാണെങ്കിൽ ഞാൻ ശ്രീനഗറിലെ യാത്ര അവസാനിപ്പിക്കും. അവസാനം ഗവൺമെൻറ് മുട്ടുമടക്കി അവിടെ പോയി. മണിപ്പൂരിൽ കലാപമുണ്ടായി. അവിടെ ആദ്യമായി ഓടിയെത്ത ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അവിടെ മണിപ്പൂർ എയർപോർട്ടിൽ ചെന്ന് പറഞ്ഞു പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി. പിന്നെ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പൊയ്ക്കും. അത് പറഞ്ഞു, ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ടേ മടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഗവൺമെൻറ് മുട്ടുമടക്കി. അദ്ദേഹം ആസാമിൽ ഗൗഹത്തി പട്ടണത്തിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി. 28 സംസ്ഥാനങ്ങളിലായിട്ട് 20 കേസുകൾ അദ്ദേഹത്തിന് വന്നു. ഒരു കേസ് സവർക്കർക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് പേരാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്തിൻ്റെ റദ്ദാക്കി, വീട് തിരിച്ചു പിടിച്ചു. അദ്ദേഹം പതറിയില്ല. സുപ്രീം കോടതി റദ്ദാക്കി. ഒരു ഭയവും കാണിച്ചില്ല. ഒരു ദിവസം മുഴുവൻ ED അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനം ചോദ്യം ചെയ്ത് ED ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, അങ്ങക്ക് ഇത്ര കൂളായിട്ട് ശാന്തനായി ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എങ്ങനെ സാധിച്ചു? അദ്ദേഹം കാണിച്ച ധീരത, നിർഭയത. നെഹ്റുവിൻ്റെ സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുപിടിച്ച് പതറിയില്ല. കോൺഗ്രസിൻ്റെ സ്വത്ത് കണ്ടുപിടിച്ച് പതറിയില്ല. ഇന്നും ഇന്ത്യയിൽ 24 മണിക്കൂറും RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിനായി, വ്യക്തിപരമായിട്ടല്ല, RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിനായി, BJPയുടെ നിലപാടുകൾക്കെതിരായി, നരേന്ദ്രമോദിയുടെ നിലപാടുകൾക്കെതിരായി ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ്. ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഏറ്റവും ഡിമാൻഡുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം മരണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യവരെ കാര്യം പറയട്ടെ, നിർഭാഗ്യകര ട്രാജഡി പറയട്ടെ. CPMനുള്ള ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇത് എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം പുറത്തു പോകുന്നതാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും അദ്ദേഹം പോയില്ല. കാരണം അവിടെ നിന്ന് അദ്ദേഹത്തിന് ക്ഷണനമില്ല. കാരണം അവിടെ രാഹുൽ ഗാന്ധിയുടെയും സ്റ്റാലിൻ്റെയും ഫോട്ടോ വെച്ചിട്ടാണ് പ്രചരണം നടന്നത്.